ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജുറാത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13-ാമത്തെ സൂക്തമാണ് പഠിച്ചത്. മനുഷ്യർ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വംശവർഗ ഉച്ചനീചത്വങ്ങൾക്കൊന്നും ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. മനുഷ്യത്വവും ദൈവഭക്തിയുമാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 14-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലത്തിൽ അഅറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. അൽ അഅറാബ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണരാണ്, ബദുക്കളായ അറബികളാണ്. ഖുർആൻ പറയുന്നത് ബദുക്കൾ ഘോഷിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവരോട് പറയൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾ അനുസരിക്കുന്നവരായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വിശ്വാസം ഇനിയും നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നിട്ടില്ല. ഇതാണ് 14-ാമത്തെ സൂക്തത്തിൻ്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വളർച്ചയിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ കൊതിച്ച്, പ്രത്യേകിച്ച് മദീനയിലൊക്കെ എത്തിയപ്പോൾ, ഇസ്ലാമിന് നേട്ടങ്ങളുണ്ടായപ്പോൾ പല ആളുകൾ വന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് അറബി ഗ്രാമീണ ഗോത്രങ്ങൾ ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. അത്തരം ഗോത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാലത്തിൽ അറാബു എന്ന് തന്നെ പറഞ്ഞതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. മുസൈന, ജുഹൈന, അഷ്ജ, ഗിഫാർ പോലുള്ള ഗ്രാമീണ ഗോത്രങ്ങളെക്കുറിച്ച് ഹദീസുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ബനു അസദിൽപ്പെട്ടവരാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഒരു ക്ഷാമകാലത്ത് ഇവർ മദീനയിൽ വന്ന്, ഞങ്ങൾ താങ്കളോട് യുദ്ധം ചെയ്തിട്ടില്ല പ്രവാചകരെ, ഞങ്ങൾ ഇസ്ലാം ദീൻ വിശ്വസിച്ചിരിക്കുന്നു, ഇസ്ലാം സ്വീകരിച്ചത് നബിയോട് കാണിച്ചിട്ടുള്ള വലിയൊരു ഔദാര്യമായിട്ടാണ് അവർ അന്നത് അവതരിപ്പിച്ചത്. ഞങ്ങൾക്ക് അതിന് പ്രതിഫലമായിക്കൊണ്ട്, പ്രത്യുപകാരമായിക്കൊണ്ട് താങ്കൾ സാമ്പത്തിക സഹായം നൽകണം. ഉള്ളിൽ കടക്കാത്ത ഇവരുടെ ഈമാനിനെക്കുറിച്ചാണ് കുല്ലം തുഅ്മിനു. അവർ പറയുന്നു, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു, ആമന്ന, മുസ്ലിങ്ങളായിരിക്കുന്നു. അതൊരു ഔദാര്യമായിട്ടാണ് അവരെടുത്തു പറയുന്നത്. അവരോട് കുൽ, പ്രവാചകരെ പറഞ്ഞേക്കൂ, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കണം. ഇത്തരം ഔദാര്യമല്ല ഈമാൻ എന്ന് പറയുന്നത് എന്ന് ചുരുക്കം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ നമസ്കാരം, ഞാൻ മുസ്ലിമായത്, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞാൻ അള്ളാഹുവിനും റസൂലിനും ചെയ്യുന്ന, മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ഔദാര്യമാണ്. അതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് ഭൗതികമായി തന്നെ എനിക്ക് കിട്ടണമെന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുഅ്മിനുകളായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു റസൂലിനോട് പറയുന്നത്. ആമന്ന എന്നല്ല, വേണമെങ്കിൽ അസ്ലംന, ഞങ്ങൾ അനുസരിക്കുന്നവരായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളുക എന്നാണ് അള്ളാഹു അവർക്ക് നൽകിയ മറുപടി. മനസ്സിൽ ഈമാൻ കടന്നു ചെന്നിട്ടില്ലാത്ത ബാഹ്യമായ പ്രഖ്യാപനം മാത്രമാണ് അവർ നടത്തിയത് എന്നാണ് അതിൻ്റെ താല്പര്യം. ഈമാനും ഇസ്ലാമും സാങ്കേതികമായി ഭിന്നമായ രണ്ട് കാര്യങ്ങളല്ല, പരസ്പരം ബന്ധിതം തന്നെയാണ്. പക്ഷേ ഒട്ടേറെ ഖുർആൻ ആയത്തുകളിൽ ഇത് രണ്ടും ഒന്നു തന്നെയാണ് എന്ന അർത്ഥത്തിലും ആയത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രാമീണ അറബികൾ വന്ന് പറഞ്ഞത് കേവലം ബാഹ്യപ്രകടനം മാത്രമാണ്. അത് യഥാർത്ഥ ഈമാൻ അല്ല, ഹൃദയത്തിൽ കടക്കാത്ത ഈമാൻ എന്ന് അള്ളാഹു അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നതോ, നിങ്ങൾ മുസ്ലിമായി പ്രകടമായി ജീവിക്കുന്നതോ അല്ല. ഈമാനും ഇസ്ലാമും സാങ്കേതികമായി ഒന്നാണെങ്കിലും നിങ്ങളെ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന ഈമാൻ കടന്നിട്ടില്ല. ലമ്മ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഉദ്ദേശം ഇനിയും എന്ന അർത്ഥത്തിലാണ്. അഥവാ ഈമാൻ നിങ്ങൾക്ക് ഉണ്ടോ, മുസ്ലിമാണോ എന്നത് ഹൃദയം കൊണ്ട് തെളിയിച്ചിട്ടില്ല, ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇൻ തുതിഉല്ലാഹ വ റസൂല ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും ഷൈഅ. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും അനുസരണത്തോടെ നിങ്ങൾ വർത്തിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും എല്ലാ കാര്യത്തിലും അനുസരിക്കുകയും ഇഖ്ലാസോടുകൂടി ദീനിന് സ്വയം സമർപ്പിതരാവുകയും ഭൗതിക നേട്ടങ്ങൾക്കല്ലാതെ ഈമാനോടെ ഇസ്ലാമിനെ നിങ്ങൾ പുൽകുകയും ചെയ്താൽ ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ
പ്രതിഫലത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല, കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, ഈമാൻ ഉള്ളിലേക്ക് എത്തുക. അപ്പോൾ ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ നാവ് കൊണ്ട് ഞാൻ മുഅ്മിനായി എന്ന് പറയലല്ല. ഇവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഇത്താഅത്ത് ചെയ്യുക, റസൂലിനെ ഇത്താഅത്ത് ചെയ്യുക. അപ്പോഴേ നിങ്ങളെ ദീൻ പൂർത്തിയാകുന്നുള്ളൂ, നിങ്ങൾ ദീനിലേക്ക് കടക്കുന്നുള്ളൂ, ഈമാനിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നുകൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നല്ല, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. അപ്പം നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും, വീഴ്ചകൾ പൊറുത്തു തരും. എങ്ങനെ? നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളിലേക്ക് വരുമ്പോൾ. എന്നിട്ട് ഒന്നുകൂടി അള്ളാഹു വ്യക്തമായിട്ട് 15-ാമത്തെ തുടർന്ന് വരുന്ന ആയത്തിൽ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, യഥാർത്ഥ വിശ്വാസികൾ ആരാണ്? ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കണം, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കണം, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. സുമ്മ ലം യർതാബു, പിന്നീട് അതിൽ അശേഷം ശങ്കിക്കുവാൻ പാടില്ലാത്തതും ആകുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ച്, പ്രവാചകനിൽ വിശ്വസിച്ച്, സംശയമേതുമില്ലാതെ, ഒരു സന്ദേഹവുമില്ലാതെ ആകുന്നവരെ വിശ്വാസികളാവൂ. ഏതെങ്കിലും നിലക്ക് റസൂലിനെക്കുറിച്ചോ സുന്നത്തിനെക്കുറിച്ചോ സന്ദേഹമുള്ളവർ, സംശയം തീരാത്തവർ ഇവിടെ മുഅ്മിനുകളാവുകയില്ല എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതിലും ഒട്ടും സംശയമുണ്ടാകാൻ പാടില്ല. സത്യമാണെന്ന് തെളിഞ്ഞ ഒരു സംഗതിയും ചോദ്യം ചെയ്യപ്പെടാതെ ആകുന്നവരെ മുഅ്മിനുകളാകൂ, മുസ്ലിങ്ങളാകൂ. വജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അടുത്ത ലക്ഷണങ്ങളാണ് പറയുന്നത്. സ്വന്തം ജീവ കൊണ്ട്, ധനം കൊണ്ട് ദൈവിക സരണിയിൽ സമരം ചെയ്യുന്ന ആളുകൾ, അംവാല് കൊണ്ടും അംഫുസ് കൊണ്ടും. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈമാനുമായി രംഗത്തിറങ്ങുമ്പോൾ പല പരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ 2 കാര്യം കൊണ്ട് നമ്മൾ ജിഹാദ് ചെയ്യേണ്ടി വരും. ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് ജീവനും ശരീരവുമാണ്. അപ്പോൾ ഇത് രണ്ടും കൊടുക്കുമ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. സമ്പത്ത് മാത്രം കൊടുത്ത് ശരീരം കൊടുക്കാതിരിക്കുന്നവർ, ശരീരം മാത്രം കൊടുത്ത് സമ്പത്ത് മാത്രം കൊടുക്കുന്നവർ പൂർണ്ണമായി മുഅ്മിനാവുകയില്ല. കാലഘട്ടത്തിൻ്റെ തേട്ടമനുസരിച്ച് രണ്ടിനും തയ്യാറാകണം. നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് വേണ്ടി വിറ്റുപോയതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക നേതൃത്വം സമ്പത്താണോ ശരീരമാണോ ആവശ്യപ്പെടുന്നത്, അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് കൊടുക്കുകയും വേണം. ഉലായിക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യവാന്മാർ. അപ്പം ഇസ്ലാം എന്താണ്? ഇസ്ലാം ഒരു പ്രകടനമാണോ, പ്രഖ്യാപനമാണോ, ഭൗതിക താല്പര്യത്തിന് വേണ്ടി വരലാണോ, കാപട്യം കാണിക്കലാണോ, ഭൗതികത കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കലാണോ, പിരിഞ്ഞു പോകലാണോ, കേവലം അള്ളാഹുവിലുള്ള വിശ്വാസമാണോ? അതല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദേഹമില്ലാതെ ഉറച്ചു നിൽക്കലും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്യലാണോ? ഈ പറയുന്ന കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇസ്ലാമിക പക്ഷത്തേക്ക് നിൽക്കുന്ന ഉലായിക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യപ്പെടുത്തുന്നവർ, സത്യവാന്മാർ. അപ്പോൾ മുകളിൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ള എല്ലാ സവിശേഷ ഗുണമുള്ളവർ, വിശ്വാസത്തെയും ദീനിനെയും സത്യപ്പെടുത്തവർ, ജീവൻ കൊണ്ട് ധനം കൊണ്ട് ആദർശത്തെ സത്യപ്പെടുത്തുന്നവർ, അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. ഈമാനിൻ്റെ സവിശേഷതകളും ഹൃദയ പങ്കാളിത്തവും ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. സംശയരഹിതമായ വിശ്വാസത്തിൻ്റെ ദാർഢ്യം നമുക്കുണ്ടാകണം, നിഷ്കളങ്കമായ സമർപ്പണം നമുക്ക് വേണം. ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഖുർആനിൽ സംശയം, സുന്നത്തിൽ സംശയം, ഇസ്ലാമിൽ സംശയം, നിയമത്തിൽ സംശയം, ശരീഅത്തിൽ സംശയം, സമ്പത്ത് നമ്മുടേതാണെന്ന ബോധം, ശരീരം ആർക്കും വിട്ടുകൊടുക്കാത്ത അവസ്ഥ, ദീനിന് വേണ്ടി അവസ്ഥ വരുമ്പോൾ കൊടുക്കുകയില്ല, എൻ്റെ ശരീരം എൻ്റെ പ്രശ്നമല്ലേ എന്നൊക്കെ പറയുന്ന മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന പുതിയ തലമുറ. എൻ്റെ ശരീരം എൻ്റേതാണ്. ആര് പറഞ്ഞു നിൻ്റേതാണെന്ന്? അള്ളാഹുവിൻ്റേതാണത്. അപ്പോൾ മൈ ഇസ്ലാം മൈ ഡിഗ്നിറ്റി, എൻ്റെ ഇസ്ലാമാണ് എൻ്റെ അഭിമാനമെന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൂർണ്ണമായൊരു വിശ്വാസത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ഈ ആയത്തുകൾ ഊന്നി പറയുന്നുണ്ട് നമ്മോട്. നമ്മളത് കേട്ടിട്ടുണ്ടോ, കേൾക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് നമ്മോടുള്ള ചോദ്യം. അതിന് അള്ളാഹു നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.